KSRTC ബസ്സുകളുടെ ഫിറ്റ്നസ് ഉറപ്പുവരുത്തുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം.പി. കോതമംഗലത്ത് പറഞ്ഞു. ഇടുക്കി ജില്ലയിൽ പ്രത്യേകിച്ച് ഹൈറേഞ്ച് മേഖലയിൽ സർവീസ് നടത്തുന്ന KSRTC ബസ്സുകൾ ഭൂരിഭാഗവും കാലപ്പഴക്കമുള്ളതും ഫിറ്റ്നസ് പരിശോധന പൂർത്തിയാക്കാത്തതും ശരിയായ അറ്റകുറ്റപ്പണികൾ നടത്താത്തതുമാണെന്ന് കാണുന്ന സാഹചര്യത്തിൽ ബസ്സുകളുടെ ഫിറ്റ്നസ് ഉറപ്പാക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം.പി. ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറിന് അയച്ച കത്തിൽ ആവശ്യപ്പെട്ടു. മറ്റു മേഖലകളിൽ സർവീസ് നടത്തുന്നതുപോലെയുള്ള ബസ്സുകൾ ഇടുക്കിയിൽ സർവീസ് നടത്തുന്നതിന് അനുയോജ്യമല്ല. ഇതിന്റെ ഫലമായാണ് കഴിഞ്ഞ ദിവസം നേര്യമംഗലത്തിനടുത്ത് അപകടം നടന്നിട്ടുള്ളതും 14 വയസ്സ് പ്രായമുള്ള കുട്ടി മരിക്കാനിടയായി. ഇക്കഴിഞ്ഞ ദിവസം പീരുമേട്ടിൽ നടന്ന അപകടത്തിൽ ആളപായമുണ്ടായതും സമാന സാഹചര്യത്തിലാണ്. ഇത് വളരെ ഗൗരവമുള്ള വിഷയമായി കണക്കിലെടുത്ത് ഹൈറേഞ്ച് മേഖലയിലൂടെ സർവീസ് നടത്തുന്ന KSRTC ബസ്സുകൾ പരമാവധി 5 വർഷത്തിൽ താഴെ മാത്രം കാലപ്പഴക്കമുള്ളവയാണെന്നും ശരിയായ ഫിറ്റ്നസ് പരിശോധന പൂർത്തിയാക്കി മികച്ച കണ്ടീഷനിലുള്ളവ ആയിരിക്കണമെന്നും ഉറപ്പുവരുത്തണമെന്നും MP പറഞ്ഞു. ഇടുക്കി ജില്ലയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന KSRTC ബസ്സുകളുടെ ദാരുണമായിട്ടുള്ള ഒരു അവസ്ഥ. ഇപ്പോ തുടർച്ചയായിട്ടുള്ള ഒരു രണ്ടാമത്തെ ബസ് അപകടമാണ് കഴിഞ്ഞ ദിവസം നീണ്ടപാറയിൽ വെച്ചുണ്ടായത്. ഇപ്പൊ ഹൈറേഞ്ച് മേഖലയിൽ സർവീസ് നടത്തുന്ന വാഹനങ്ങളുടെ KSRTC ബസ്സുകളുടെ കണ്ടീഷൻ അത് കൃത്യമായി മെയിൻ്റനൻസ് ചെയ്യപ്പെടുകയും കൃത്യമായി എല്ലാ തരത്തിലും അവലോകനം ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു പരിസ്ഥിതിയുണ്ട്. ബസ്സുകളുടെ മോശം അവസ്ഥയിൽ അത് സർവീസിന് ഉപയോഗിക്കുന്നത് അപകടം ക്ഷണിച്ചു വരുത്തും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇന്നലെ ശരിക്കും പറഞ്ഞാൽ ആ റോഡിന്റെ നിർമ്മാണത്തിൽ ചില അപാകതകളൊക്കെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. എന്നിരുന്നാലും ബസ്സിന്റെ മോശം അവസ്ഥയെ സംബന്ധിച്ച് മുഴുവൻ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ഒരൊറ്റ ടയർ പോലും നേരെ ചൊവ്വേ സർവീസ് നടത്താൻ പാകത്തിനായിരുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ടയർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അങ്ങ് കുമളിയിൽ നിന്നും എറണാകുളത്തേക്ക് ട്രാവൽ ചെയ്യുന്ന ഒരു ബസ്സിന്റെ അവസ്ഥയെ സംബന്ധിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റാവുന്നതിനും അപ്പുറത്താണ്. ഒരു കൊച്ചു പെൺകുട്ടിയുടെ 14 വയസ്സുള്ള ഒരു പാവം കൊച്ചു പെൺകുട്ടിയുടെ ജീവനാണ് അതിന്റെ പേരിൽ നമുക്ക് ബലി കൊടുക്കേണ്ടി വന്നത്. അതോടൊപ്പം തന്നെ പീരുമേട്ടിൽ ഏതാനും നാളുകൾക്ക് മുമ്പ് ഉല്ലാസയാത്ര പോയി തിരിച്ചു വന്ന ഒരു വാഹനം അപകടത്തിൽപ്പെടുകയും അവിടെയും ആളുകൾ മരണപ്പെടുകയും ചെയ്ത ഒരു സ്ഥിതി ഉണ്ടായി. ആ വാഹനത്തിന് ബ്രേക്ക് ഉണ്ടായിരുന്നില്ല. ഹൈറേഞ്ച് മേഖലയിലൊന്നും സർവീസ് നടത്താൻ പറ്റുന്ന ഒരു വാഹനമായിരുന്നില്ല ഉല്ലാസയാത്രയ്ക്ക് അന്ന് ഉപയോഗപ്പെടുത്തിയത്. അപ്പൊ KSRTCയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഈ ഒരു കൃത്യവിലോപം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. വാഹനങ്ങളുടെ കണ്ടീഷൻ അത് കൃത്യമായ തലത്തിൽ തന്നെ മോണിറ്റർ ചെയ്യപ്പെടുകയും ഏറ്റവും നല്ല കണ്ടീഷനിലുള്ള വാഹനങ്ങൾ ഹൈറേഞ്ച് മേഖലയിൽ സർവീസ് നടത്താൻ വേണ്ടി KSRTCയും ഗവൺമെന്റും തയ്യാറാകണം. ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ KB ഗണേഷ് കുമാറിന് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇടുക്കിയുടെ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ കത്തയച്ചിട്ടുണ്ട്. കൂടാതെ അറ്റകുറ്റപ്പണികൾ യഥാസമയം പൂർത്തീകരിക്കുന്നുണ്ടെന്നും സ്പെയർ പാർട്സുകൾ ആവശ്യാനുസരണം ലഭിക്കുന്നുണ്ടെന്നും ഉറപ്പുവരുത്തണമെന്നും MP ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.